ഹലോ പീപ്പിൾ, ദിബിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. PA പരഫലിൻ്റെ സംവിധാനത്തിൽ 2025 പുറത്തിറങ്ങിയ ദി ബാഡ് ഗായ്സ് 2 എന്ന് പറയുന്ന അനിമേഷൻ ചിത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനുള്ള മുമ്പത്തെ വീഡിയോ ഉണ്ട്, ദി ബാഡ് ഗായ്സ് എന്ന് പറഞ്ഞ് 2022. അത് ഞാൻ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം, അപ്പോൾ അതും കൂടെ കണ്ടിട്ട് ഇതും കൂടെ കണ്ടുപോയിക്കും. അപ്പോൾ ബാഡ് ഗായ്സ് 2 എന്ന് പറയുന്ന സിനിമയുടെ കഥയെന്ന് പറയുന്നത്, ഇവർ ശിക്ഷയെല്ലാം അനുഭവിച്ചിരുന്നു. നമ്മുടെ ഊൾഫ്, സ്നേക്ക്, ഷാർക്ക്, പിന്നെ പിരാന, സ്പൈഡർ, ഇവരെല്ലാം ശിക്ഷയെല്ലാം അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവരൊരു സൊസൈറ്റിയിൽ നല്ല മനുഷ്യരാവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വളരെയധികം അത് കഷ്ടപ്പാടെന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. ഓരോ ജോലികളിൽ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ശേഷം ഇവരെല്ലാം പരാജയപ്പെട്ട് അവരുടെ സൈറ്റിലേക്ക് വരികയും അവർ കൂടി ഇന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ ഗുഡ് ആവാൻ നോക്കുകയാണ് മാക്സിമം. അതിനിടയിലാണ് പുതിയൊരു ബാഡ് ഗായ്സ് വന്നിട്ട് നമ്മുടെ പഴയ ബാഡ് ഗായ്സിന് പണി കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരെ മോഷണം അതേപോലെ കോപ്പി അടിച്ച് അവരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും അവരുടെ കള്ളനാക്കുന്നു. അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും കൂടെ പ്രൂഫ് ചെയ്യാൻ വേണ്ടി ഈ ബാഡ് ഗായ്സ് വീണ്ടും ഒരുങ്ങുകയാണ് വേറൊരു ബാഡ് ഗായ്സിനെ പിടിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റ് പരമായിട്ടുള്ള ചെറിയ കഥകളും നല്ല കോമഡി സീക്വൻസും വെച്ചാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. ഫസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പേഴ്സണലി എനിക്ക് ഈ സിനിമ എത്തുകൂടെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ സിനിമ ഫസ്റ്റിനേക്കാളും കുറച്ചും കൂടെ എൻഗേജ് ആയിട്ട് ഈ സിനിമ എനിക്ക് തോന്നി. അപ്പോൾ ഈ സിനിമ ഇപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ വഴി കാണാൻ ശ്രമിക്കുക. അനിമേഷൻ മൂവി എന്നും പറഞ്ഞ് കാണാതിരിക്കരുത്, മസ്റ്റ് വാച്ചുള്ള ഒരു മൂവിയും കൂടെയാണ്. നല്ല അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെ പറയാനിരിക്കുന്നു. കോമഡി ഉണ്ടെന്ന് വെച്ചാൽ കോമഡി അത്യാവശ്യത്തിനേ ഉള്ളൂ. ഇത് സ്റ്റോറി റൈറ്റിംഗ് ആണ് ഈ സിനിമ. ആദ്യം ഒരു അനിമേഷൻ ചിത്രം എനിക്ക് തോന്നുന്നു നല്ല സ്റ്റോറി നല്ല ഫോക്കസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അറിവിലാണ്. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ദി ബാഡ് ഗായ്സ് 2 എന്ന ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക്സ്.